സഹൃദയരെ, ആവോളം ശ്രമിച്ചിട്ടും വേവോളം കാത്തിരുന്നിട്ടും സണ്ണി ലിയോണിന്റെ ലുക്ക് ഉണ്ടായിട്ടും സായി പല്ലവിയുടെ ഡാൻസ് ഉണ്ടായിട്ടും സാക്ഷാൽ മഞ്ജു വാര്യരെ പോലെ അഭിനയിക്കുമായിരുന്നിട്ടും കഴിവില്ലാത്തൊരൊറ്റ കാരണം കൊണ്ട് കാറ്റഗറിയിൽ എവിടെയും പെടാതെ പോയ നടി നമ്മുടെ സ്വന്തം തൃശൂരിന്റെ ഗഡി ഗായത്രി സുരേഷ് അവറുകളുടെ ഉത്തമി എന്ന പടമാണ് നമ്മൾ ഇന്ന് വറുക്കാൻ എടുത്തിരിക്കുന്നത്. പാവം, ആളൊരു പാവത്തെയാണ്, പക്ഷെ വറുക്കുമ്പോൾ നമ്മൾ അരിയും പത്തലും നോക്കാറില്ല. ശരി, ആരംഭിക്കാം. കഴപ്പി പടം എന്ന അതിമനോഹരമല്ലാത്തൊരു ഗ്രാമം. അവിടേക്കഥ നമ്മുടെ കഥാനായകത്തിന്റെ കുട്ടിയുമായി കടന്നു വരികയാണ്. പാടവരമ്പിലൂടെ നടന്നകലുമ്പോൾ തൊഴിലുറപ്പ് അമ്മച്ചിമാർ കുറ്റം പറയുന്നുണ്ട്. നടന്ന് അങ്ങനെ ആ പാട് വൃദ്ധയായ ചെറുപ്പക്കാരി ഒരു കയ്യിൽ പഴം തുണിയും മറുകയിൽ കുട്ടിയും പിടിച്ച് നടന്നു പോകുമ്പോൾ ഒരു പ്രകോപനവും ഇല്ലാതെ ഈ വെടല ചെക്കൻ അവരെ തള്ളിയിട്ട് അടിക്കുന്നു. അതാ അവിടേക്ക് അപ്പൊ തന്നെ നന്മയും നേരും അരിയായി തിന്നുന്ന സ്നേഹ സമ്മാന നിധിയായ ഈ ആന്റി അവരെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണ്. അത് ശരി, ഈ അമ്മച്ചി ഇവിടെയും വന്ന ഈ അമ്മച്ചി ഉണ്ടല്ലോ, ആരെ കണ്ടാലും കണ്ണുകടി കാരണം കുരുപെടുന്ന ഒരു കിളവി നമ്മുടെ എല്ലാവരും നാട്ടിലും കാണൂലേ. അതിന് ഉദാഹരണമാണ് തണ്ട് ഈ പെണ്ണുപിള്ള. മീൻവേൽ സ്വല്പം കിഴക്കോട്ട് മാറി ഒരു കവലയിൽ നാലാള് കൂടിയിരിക്കുന്നതിനെ നടുക്ക് കയറി ഒരു അമുട്ടങ്ങ് വിടും. ദും പട്ടക്. വായും തുറന്നു ഉറങ്ങി കിടന്ന കിളവന്റെ വായ്ക്കകത്തോട്ട്. ഞാനിത് ചുമ്മാ പറഞ്ഞല്ല, സിനിമയിലുള്ളതാണ്. എന്നിട്ട് അവരവിടെ കിടന്ന് അടിവിടും. ഈ പ്രശ്നം സോൾവ് ആക്കാൻ ആ നാട്ടിലെ പ്രധാന പുരുഷൻ വരും. തലയിൽ കെട്ടിയ തോർത്തൂരി എല്ലാത്തിനും ചന്തിക്കടിച്ചങ്ങനെ പറഞ്ഞുവിടും. പിന്നെ ഈ നാട്ടുകേസൊക്കെ സോൾവ് ആക്കാനായിട്ട് ജപ്പാനെന്ന് രാജശേഖര സമുറായി നായർ ഇറക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്നതാ നമ്മുടെ ഗുലാബ് ജാമുന്റെ മുഖമുള്ള നായികയുടെ കൊച്ചിനൊരു മോഹാലസ്യം. ഓഫ് കോഴ്സ് അതൊരു ഗ്രാമമല്ലേ, അവിടെ ഒരു കാട്ടുവൈദ്യത്തി ഉണ്ട്. ജസ്റ്റ് രണ്ട് പിതുക്ക് ഒരു അമുഖം കൊടുത്ത് രോഗം അപ്പൊ തന്നെ കണ്ടെത്തും. ആ പ്രപഞ്ചം മുഴുവൻ ആ കണ്ണി കാണാം. വൈദ്യരെ വായിൽ നിറച്ച് തുള്ളാതെ മനവും തുള്ളും. എന്തായാലും കൊടുത്ത മരുന്ന് ബലിച്ച്. പിന്നെ ഗൈസ്, ഈ നാടൊരു പ്രത്യേകതരം നാടാണ്. ഇവർ രണ്ടുപേരും കൂടി ഒരു മോർണിംഗ് വാക്കിനായി ഇറങ്ങുമ്പോൾ ഒരു ചെരുപ്പ് കുത്തിയും കൊച്ചും കൂടി ആ പിഞ്ചു കുഞ്ഞിന്റെ കാലിലേക്ക് രണ്ട് ചെരുപ്പ് ഇട്ട് കൊടുക്കും. അതെ ഗൈസ്, ഇങ്ങനൊരു രാജ്യമാണ് നമ്മൾ ഇന്ത്യക്കാർ UK ഇരുന്ന് ആഗ്രഹിക്കുന്നത്. ഇങ്ങനൊരു രാജ്യമാണ് നമ്മൾ ഇന്ത്യക്കാർ ജർമ്മൻ ഭാഷയിൽ പറയുന്നത്. അത് മാത്രമോ, ഇത് ചുരുളിയൊക്കെ നടക്കുന്ന പോലത്തെ ഒരു വീട് സ്ഥലമാണ്. ഇവിടെ എന്നും പ്രത്യേക സംഭവങ്ങൾ അരങ്ങേറും. ദേ ഈ വേട്ടാവളിയിൽ ഒരു കാര്യമില്ലാതെ അവന്റെ പെണ്ണുപിള്ളനെ വെറുതെ തള്ളുകയാണ്. അപ്പോഴുണ്ടത് കഴുത്തിലൊരു കൊടുവാള്. അമ്മേ ശിവനേ ശക്തി കൊട്. ആ വേട്ടാവളിന് അവന്റെ ഭാര്യനെ ഉപേക്ഷിച്ചിട്ട് ഭാര്യയുടെ അനിയത്തിനങ്ങ് കെട്ടണമെന്ന്. എടാ വിസ തീരാറാവുമ്പോ ആരെങ്കിലും പുതിയ പാസ്പോർട്ട് എടുക്കോടാ. അന്നേ ദിവസം രാത്രി അങ്കമാലിയിലുള്ളൊരു കാവില് അരവണ പൈസ വാങ്ങാൻ പോണ പോലെ കൊച്ചിനെ എടുത്ത് ചേച്ചി കാവിൽ പോയിരുന്നു ധ്യാനിക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തിണ്ണയിലൊന്ന് ചത്ത് കിടക്കും. അങ്ങനെ ആ നാട്ടിലെ പ്രമുഖനും പ്രമുഖത്തെയും കൂടി എവിടുന്നോ വന്നു കയറിയ പിച്ചക്കാരുടെ കൊച്ചിനെ അവരങ്ങ് എടുത്ത് വളർത്തും. അങ്ങനെ കാലങ്ങളേറെ കടന്നു പോകുന്നു. ആ കുട്ടി വളർന്നു വലുതായി. അതെ ഗൈസ്, തന്റെ അമ്മയുടെ അതേ മുഖച്ചയിലുള്ള വെളുത്ത ഗായത്രി സുരേഷായി മാറുകയാണ്. അത് കഴിഞ്ഞതും അപ്രതീക്ഷിതമായി ഒരു കൂട്ടം പത്രക്കാരും പാൽക്കാരും കടന്നു വന്ന് പറയുകയാണ്, കൺഗ്രാറ്റ്സ്, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ഹോൾഡർ ആയിരിക്കുകയാണ്. അല്ല ഗൈസ്, എന്റെ സംശയം ഈ കാടിന് നടക്കിരിക്കുന്ന ഈ ഗ്രാമത്തിൽ എവിടെയാണ് യൂണിവേഴ്സിറ്റി കോളേജ്? ചിലപ്പോ ഇനി ഗോകുലം ഗോപാലന്റെ ഗോകുലം സ്കൂളാണോ? അല്ല, അദ്ദേഹമാണ് ഈ കാടും മലയൊക്കെ വെട്ടിത്തെളിച്ചിട്ട് അവിടെ കോളേജും സ്കൂളും മെഡിക്കൽ കോളേജും ഒക്കെ വെക്കണേ. പക്ഷേ നമ്മുടെ അച്ഛനുണ്ടല്ലോ, അദ്ദേഹത്തിന് ഈ കുട്ടിയെ ഇനി പഠിപ്പിക്കാൻ താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടണം. അപ്പൊ നമ്മൾ വിചാരിക്കും പെൺകുട്ടികൾ ഒരുപാട് പഠിക്കേണ്ട എന്നുള്ള നിലപാടുകാരനായിരിക്കും അദ്ദേഹം ഒന്ന്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ മകൾ 2 മാർക്ക് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് തൂങ്ങി മരിച്ചളഞ്ഞു. അതെന്തായാലും ഒരു വ്യത്യസ്ത ഇതായി പോയി കേട്ടാ. പഠിച്ചിട്ട് മോക്ക് മാർക്ക് കുറഞ്ഞു പോയി ഇനി അവൾ ആത്മഹത്യ ചെയ്തല്ലോ എന്ന് പേടിക്കുന്ന ഒരു തന്ത. ഈ ദേവൃത്തത്തെ എങ്ങനെ ജീവിക്കുന്നടേ? അങ്ങനെ ഇരിക്കും നമ്മുടെ സേച്ചിനെ ആ നാട്ടിലെ കുറച്ച് റിച്ച് പിള്ളേർ തടഞ്ഞു വെച്ച് അപമര്യാദയെ പെരുമാറാൻ നോക്കും. കണ്ടില്ലേ, അവർക്ക് താറക്കുണ്ട്. അപ്പൊ ചേച്ചി അവന്റെ മുഖത്തോക്കി ഫ്രണ്ട്ഷിപ്പിന് ബെസ്റ്റിക്ക് ഓസില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ നെഞ്ചത്തൊരു പിതുക്കം കൊടുത്തിട്ടേ മാസട്ട ബീജായിരുന്ന. ഞാൻ കരുതി ആരാ ബാക്കിൽ മോട്ടോർ സൈക്കിളിൽ പോയെന്ന്. ഡേ അതൊക്കെ പൊട്ടെ, നീ എന്തിനു ചിരിക്കണ? നിനക്ക് മാസമില്ല, ചേച്ചിക്ക് മാത്രമേ മാസമുള്ളൂ. അത് കഴിഞ്ഞൊരു സുപ്രഭാതത്തിൽ അവിടുത്തെ എക്സാം എല്ലാം എഴുതി പാസ്സായി നമ്മുടെ ചേച്ചി സബ് കളക്ടർ ആവുകയാണ്. വലിച്ചു നീട്ടാനൊന്നും സമയമില്ല, പെട്ടെന്ന് പറഞ്ഞിട്ട് പോകണമെന്നാണ് ഡയറക്ടർ എടുത്ത് പ്രൊഡ്യൂസർ പറഞ്ഞേക്കണം. അതുകൊണ്ട് എല്ലാം വളരെ ഫാസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നന്നാവുമ്പോ ഞാൻ എടുത്തു വെളുത്തിയ കൊച്ചാണ്, എത്ര മൂത്രം അത് ഞാൻ കോരി എന്നൊക്കെ പറയൂലേ. നശിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നന്നാവുമ്പോ ഗുണദോഷിക്കാൻ പറഞ്ഞൊരു പെണ്ണും പൊള്ളില്ലേ, അതാണ് അവര്. ഇനി നിങ്ങൾക്ക് ഇവരാരാണെന്ന് അറിയാമോ? കളക്ടർ മേഡത്തിനെ കാണാൻ വന്ന ഇവരാണ്. കുഞ്ഞിലെ ഈ മേഡത്തിന് ചെരുപ്പ് തുന്നി കൊടുത്ത ആ പെണ്ണും ആ അച്ഛനും. വന്ന വഴി മറക്കരുത്, തിന്ന ചോറിന് കണക്കും. അങ്ങനെ കളക്ടർ മേഡം ഒരു സ്കൂൾ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ദേ സ്കൂൾ കുട്ടികൾ ഒരു പൊന്തക്കാട്ടിന്റെ സൈഡിൽ കാത്തു നിൽക്കുന്നു. അവരോട് കാര്യം ആരായുമ്പോഴാണ് അറിയുന്നത് ആ സ്കൂളിൽ നല്ലൊരു ടോയ്ലറ്റ് പോലുമില്ല, ആ സ്കൂളിൽ നല്ല പാചകപ്പുരയില്ല, ഭക്ഷണമില്ല, ഒരു കാറ്ററിംഗ് സർവീസ് പോലും ഇല്ലെന്ന് ഈ കൊച്ചെന്ന് ലളിതഗാനം പഠനം. സോ ഗൈസ്, ഇതിനെല്ലാം ഉത്തരവാദി ഇവിടുത്തെ ക്യാൻറ്റീൻ എല്ലാം ലീസിന് എടുത്തിരിക്കുന്ന ഒരു വലിയ ഗുണ്ടയാണ്. ആ ഗുണ്ടയുടെ ഗോഡൌണിൽ അവിടെ ഒരു സാധു മനുഷ്യനെ കൊണ്ട് ജമ്പിംഗ് ജാക്സ് കളിപ്പിക്കുകയാണ് ഗൈസ്.
നെറ്റിലെന്തറ തമിഴന്മാരെ ദോഷം ചട്ടണിയോ? അതാ രാവിലെ അഗ്രഹാരത്തില് കോലം വരച്ചപ്പോ തല കൊണ്ട് വെച്ചു കൊടുത്ത. എനിവേ, ഇദ്ദേഹമാണ് ഈ സിനിമയിലെ ഗുണ്ട. എനിക്കെതിരെ സബ് കളക്ടർ ആക്ഷൻ എടുക്കുമെന്ന് അറിഞ്ഞ വില്ലൻ കുറച്ച് ചിക്ലിയറിന് കളക്ടറെ വശത്താക്കാൻ നോക്കും. പക്ഷെ നേരിഞ്ഞും നിറകെടിഞ്ഞും മാത്രം തല കുനിക്കുന്ന നമ്മുടെ കളക്ടർ പറയും, ഇറങ്ങി പോടാന്നായി. ഈ പവിത്ര IAS-നെ പരദൂഷണത്തിനല്ല IAS കിട്ടിയേക്കണ കേട്ടാ. അത് കഴിഞ്ഞ അടുത്ത ഷോട്ടിൽ ഈ ചെക്കനില്ലേ, ഇവൻ തീ കൊളുത്തി അങ്ങ് മരിക്കും. കരഞ്ഞതാണ് അവന്റെ തന്ത. പാവ ആളൊരു ഡിവോഷണൽ തന്തയാണ് എന്ന് വെച്ച ഒരു സാധു മനുഷ്യൻ. ഇനി ഇതൊക്കെ അവന്റെ കൂട്ടുകാരികളാണ്. ഇവിടെ എന്തിനാണ് ഈ സബ് കളക്ടർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ IAS എടുത്ത സബ് കളക്ടറിന് തൊട്ടടുത്ത ദിവസം തന്നെ ഒരു ഗ്രാമത്തിലാണ്, അതായത് അവരുടെ ഗ്രാമത്തിൽ തന്നെയാണ് പോസ്റ്റിംഗ് കിട്ടണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചേർത്ത് ഒരു സിനിമ ഉണ്ടാക്കണമെന്നായിരുന്നു ഇതിന്റെ റൈറ്ററുടെ ആഗ്രഹം. അതിലൊരു ബന്ധവും ബോധമില്ലാത്ത നായകന്മാരല്ലേ അഭിനയിക്കാൻ കിട്ടുള്ളൂ. ഈ സിനിമയൊക്കെ ഇവര് അഭിനയിച്ച് പഠിക്കാൻ വേണ്ടി എടുത്ത സിനിമയാണെന്നാണ് എനിക്ക് തോന്നണം. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം അങ്ങനെയാണ് അഭിനയിക്കണേന്ന്. പിന്നെ ഇവരെന്ത് കുശലം പറയണമെന്നൊക്കെ ചോദിച്ചപ്പോ അറിഞ്ഞിട്ട് എന്തിനാണ്. ഇതാണ്ടേ നിങ്ങൾ അടുത്ത സീൻ കണ്ടാണ്. ഇതാണ്ട് ഇവിടെ ഒരു പൈപ്പിന്റെ ഉദ്ഘാടനത്തിന് സബ് കളക്ടർ വന്നേക്കാണ്. എന്നിട്ട് ആ നാട്ടിലെ MLA അടുത്ത് പറയും അത് ഇച്ചിരി വെള്ളം കുടിക്കാൻ. ഞാനോ എനിക്കാണെങ്കിൽ എപ്പോഴും ഇളക്കമാണ്. അതുമാത്രമല്ല, ഞാൻ വിരാട് കോഹ്ലി കുടിക്കുന്ന വെള്ളം മാത്രമേ കുടിക്കൂ. ആ സീൻ അവിടെ തീർന്നതും അങ്ങ് പടിഞ്ഞാറ്റേ മുക്കിലുള്ള ഒരു ഫാക്ടറി ഇല്ല മറ്റേ വില്ലന്റെ, അവന്റെ ഫാക്ടറിയിൽ നിന്ന് വിഷവാതകം ചോർന്ന് കുറെ പേര് ഹോസ്പിറ്റലിലാകുന്നു. അപ്പോഴേ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് ഇരിക്കാനുള്ള ഡോക്ടറും ടീമുകളും കൊണ്ട് വെള്ളം അടിച്ച് വന്നിരുന്ന് പാട്ടും പാടി അങ്ങ് എൻജോയ് ചെയ്യാണ്. അതാരൊരാള് മുല്ലപ്പൂ വെച്ച് നടുക്കേറിയിരിക്കുന്ന ശാലിനി ഫ്രം തിരുവനന്തപുരം ആണോ അതോ തേക്കപ്പെട്ട് സുന്ദരി? കളക്ടർ വന്നു എന്ന് കേട്ടതും ഡോക്ടർ മുണ്ടും പൊക്കി എടുത്തേടി ഓടും. ഇനി ഇങ്ങനെ വിട്ടാ പറ്റൂല. നെറ്റിൽ സൂര്യ ഉദിച്ച ഈ അണ്ണം പറയും എങ്ങനെയെങ്കിലും ലവളെ അങ്ങ് തീർക്കണം. അങ്ങനെ പാതിരാത്രി കളക്ടറിനെ നമ്മുടെ ഗുണ്ടിയുടെ ഗോഡൌണിൽ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ഗൈസ്. അല്ലടാ, ആ നാട്ടിൽ പോലീസ് ഒന്നും ഇല്ല, അവിടെ എല്ലാം കളക്ടറാണ് ചെയ്യണം. പഞ്ചായത്ത് പൈപ്പ് ഉദ്ഘാടനം ചെയ്യാൻ മുതൽ പണയം വെച്ച സ്വർണ്ണം എടുക്കാൻ വരെ ആ നാട്ടിലെ കളക്ടർ. ഇവിടെയാണ് സിനിമയുടെ അന്ത്യഭാഗം, ക്ലൈമാക്സ്. ഒരു 1-on-1 ഫൈറ്റ്, ഒരു അപരാധം പിറവിയെടുക്കുന്നതിന്റെ അത്ഭുത ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അമ്മയാണ് ഗൈസ്, ഞാൻ പലതരം അപരാധം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ കാട്ടപരാധം കരിപ്പോട്ടി കാപ്പിയിൽ കലക്കി കുടിച്ച ഒരു പണ്ടാരാടം കഴിഞ്ഞിട്ട് ഈ സാധനം ഞാൻ ഇത് കണ്ടു തീർത്ത എന്നെ ഉണ്ടല്ലോ ഗൈസ്, നിങ്ങളെനിക്ക് ഓസ്കാർ തരണം. എന്റെ പൊന്നു ഗായത്രി സുരേഷ്, ജമ്മത്ത് ഇങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്താൽ കോണം പിടിക്കൂല. ആ റോപ്പിൽ ആദ്യം കിട്ടി കറങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ കരുതി കൈ ഓടിഞ്ഞിരുന്നെങ്കിൽ പിന്നെ കോഴി ചിറക് വെച്ചു നടക്കണ നടക്കായിരുന്നു. പോടാ അവിടെ കിടന്ന് ഉരുളാതാ. ഗേസ്, എന്തായാലും ഈ ഫൈറ്റിന് ഒടുവിൽ കറങ്ങി തിരിച്ചു വന്ന ഞാൻ കരുതി മറ്റേ ഹാരി പോട്ടർ ചൂലി കയറി എനിവേ ഞാൻ കരുതി മറ്റേ ഹാരി പോട്ടർ ചൂലി കയറി പറന്നു പോകണമെങ്കിൽ പാലി കയറി പറന്നു പോകുന്നു. ഇത് മറ്റേ തവള കുളത്തിൽ കിടന്ന് ചാടാനൊക്കെ ഇത് എന്തേടാ ഇത്? ആ കൈ അങ്ങ് വിരിഞ്ഞു പോവേ ഉള്ളു. വേണ്ട കളിക്കല് നീ. ഗൈസ്, നമ്മുടെ കളക്ടർ നായിക വില്ലനെ അടിച്ച് അവശനാക്കിയിട്ട് അവനെ വെറുതെ വിട്ട് നടന്നിങ്ങനെ പോകുമ്പോ ഷിറ്റ് ഐ ഫോർഗെറ്റ്, മലയാള സിനിമയിൽ BGM ഉള്ള ഒരേ ഒരു നായികയാണ്. ആ BGM കേൾക്കാതിരുന്ന സുഖമല്ലല്ല. ഓക്കെ ഗൈസ്, ലെറ്റ്സ് കണ്ടിന്യൂ. അവൻ ചാവാതെ എണീച്ചു വന്ന് ഒരു വലിയ പണ്ടാര കമ്പി വെച്ച് ആ പെണ്ണുമ്പിള്ളേരെ തലയ്ക്ക് ഒരു ഒറ്റ അടി. എന്നിട്ട് നായികൻ എടുത്തൊരു പൊന്തക്കാട്ടെ കൊണ്ടുപോയി കളയും. പക്ഷെ ചാവൂല ഗൈസ്, രക്ഷപ്പെടും. എന്നിട്ട് ആശുപത്രിയിൽ ഈ സിനിമ കണ്ട 4-3-7 പേരെടുത്ത് മുഖത്തൂക്കി പറയും ഞാൻ തിരിച്ചു വരും കേട്ടാ, നിങ്ങൾ കാത്തിരിക്കണേ. എടാ, ടു ബി ഫ്രാങ്ക്, എങ്ങനെടാ ഈ അവരോധമൊക്കെ എഴുതി വെക്കാൻ തോന്നണ? ഈ പടത്തിന് ബജറ്റ് ഇല്ല, വന്ന് അഭിനയിച്ചവർക്കെല്ലാം ബസ് കൂലി കൊടുത്ത് പറഞ്ഞു വിട്ട്. സച്ച് ബോലോത്തോ ബഡേ ഉഷാർക്കി പടം ഹേ ബൈ ഉത്തമി. ആരും ഇല്ലടെ ഓക്സിജൻ മാസ്ക് എടുത്ത് മാറ്റി. ഓക്സിജൻ മാസ്ക് വെച്ചിട്ടില്ലല്ലേ? ശരി ഗൈസ്, അപ്പോ ഇന്നത്തേക്ക് ഇത് മതി. നമ്മൾ ഇനിയും കാണും. Thanks. Love you.